അൽ ഹിലാല് ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും നെയ്മർ ജൂനിയറെ സൈൻ ചെയ്തത് അല്ലേ. പക്ഷെ അൽ ഹിലാലിൻ്റെ CEO ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, നെയ്മർ ജൂനിയർക്ക് ഞങ്ങൾ കരുതുന്ന പോലെയുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രൂപേണയുള്ള മികവ് കാണിക്കാനുള്ള ഒരു കെൽപ്പില്ല, അല്ലെങ്കിൽ അതിനുള്ള പവറില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ CEO പറഞ്ഞിട്ടുള്ളത്. അൽ ഹിലാൽ വിട്ടിട്ട് ഇപ്പോൾ സാന്റോസിൽ പോയിട്ട് 2 കളിയും കളിച്ചു നെയ്മർ. ഇപ്പോഴും ആ ഒരു ചർച്ച വിട്ടിട്ടില്ല. നമ്മളെ അൽ ഹിലാലിൻ്റെ പരിശീലകൻ കുറച്ച് മുന്നേ നെയ്മർ ഹിലാൽ ഉണ്ണിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയ്മർ ജൂനിയർക്ക് മറ്റുള്ള ടീമിലുള്ള സഹതാരങ്ങളുടെ അത്തരം മികവ് കാണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പഴയ രൂപത്തിലെത്താൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നീട് അൽ ഹിലാൽ വിട്ടതിന് ശേഷം നെയ്മർ ജൂനിയർ പറഞ്ഞു, അൽ ഹിലാൽ പരിശീലകൻ അങ്ങനെ പറഞ്ഞതിൽ ഞാൻ ഒരുപാട് ദുഃഖിതനായി പോയി, സഹതാരങ്ങൾ കളിക്കുന്നത് പോലെ തനിക്കിനി കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ദുഃഖിതനായി പോയി എന്ന് നെയ്മർ ജൂനിയർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൽ ഹിലാലിൻ്റെ പരിശീലകൻ നെയ്മർ ജൂനിയർ ഇവിടുന്ന് പോയപ്പോൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടാണ് പോയത്, ഇതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ് എന്നുള്ള സംസാരമൊക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അൽ ഹിലാലിൻ്റെ CEO കൂടി വന്ന് പറഞ്ഞിരിക്കാൻ, നെയ്മർ ജൂനിയർക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്ന രൂപത്തിൽ കളിക്കാനുള്ള കെൽപ്പില്ല എന്നൊക്കെ. ഏതായാലും നെയ്മർ ജൂനിയർ കളിച്ച് കാണിച്ചു കൊടുക്കണം. പരിശീലകനായിക്കോട്ടെ, CEO ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ആരൊക്കെ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഇൻസൾട്ട് ചെയ്തോ അവർക്കൊക്കെ മുന്നിൽ നെയ്മർ ജൂനിയർ സാന്റോസിലും ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിലും കളിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് പവർ അല്ലേ. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. പരിക്ക് എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറച്ചിലിനൊക്കെ, ഈ ഒരു ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ, ഒരു ലോകോത്തര താരത്തെ തരും ലോകത്തിന് മുന്നിൽ ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെ കാല് കൊണ്ട് മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ പെർഫോമൻസിന് വേണ്ടിയിട്ട്. സാന്റോസിനും അദ്ദേഹത്തിൻ്റെ ബാല്യകാല ക്ലബിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയാലോ. ഇനി അദ്ദേഹത്തിൻ്റെ വീടാണ്, അവിടെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ കളിക്കാൻ, പരിക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പൂണ്ട് വിളയാടാം. സാന്റോസിലാണെങ്കിലും ബ്രസീലിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മികച്ച രീതിയിലുള്ള തിരിച്ചുവരവ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗെയിമുകൾ കളിച്ചിട്ട് പരിക്കൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ പഴയ നിലവാരത്തിലേക്ക് തിരിച്ചെത്തുന്നത് നമുക്കൊക്കെ കാത്തിരിക്കാം അല്ലേ.